അടുത്തൊരു മുൻപിലെ പുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനയാണെങ്കിൽ ഫുഡൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ബെല്ലടിയൊക്കെയാണ്. അപ്പോൾ ആരാന്ന് നോക്കുമ്പോൾ കൃഷ്ണമോളായിരുന്നു. ഞാൻ വിചാരിച്ച് കഥ തുറന്നിട്ടേക്കുവാണല്ലോ, ആരാ ബെല്ലടിക്കുന്നതെന്ന് ഇങ്ങനെ ആലോചിച്ചതാണെന്ന് പറയും. അപ്പോൾ കൃഷ്ണ പറയും, ആരാ ചേച്ചി ഗസ്റ്റ്, അത് ആരാന്ന് ഊഹിച്ചൂടെ? അപ്പോൾ പറഞ്ഞാൽ ഗംഗാധര അങ്കിളല്ലേ എന്ന് ചോദിക്കുന്നത്. ആൻറ്റി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങളൊരു പട്ടാളക്കാരനാണ്. അപ്പം അലീന പറയും, മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയും. അപ്പോഴത്തേക്ക് നമ്മുടെ ഗംഗാധരനും മാലതിയും കൂടെ മുകളിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അവരെ കണ്ടപ്പോൾ നമ്മുടെ കൃഷ്ണയ്ക്ക് വളരെയേറെ സന്തോഷമാവുന്നുണ്ട്. അപ്പോഴത്തേക്ക് മാലതി പറയുകയാണ്, ഇവളങ്ങ് വലുതായിപ്പോയല്ലേ, ഇവൾക്ക് പൊക്കം വെച്ച്, ഇവൾക്ക് എൻ്റെ അത്രയും പൊക്കമൊക്കെ വെച്ചെന്നൊക്കെ പറയാണ്. അപ്പം കൃഷ്ണൻ പറഞ്ഞു, 2-3 മാസം മുമ്പല്ലേ ആൻറ്റി എന്നെ കണ്ടത്, അതിൻ്റെ ഇടയ്ക്ക് ഞാനങ്ങ് വലുതായോ എന്നൊക്കെ ചോദിക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ അലീനയാണെങ്കിൽ ലൈം ജ്യൂസായിട്ട് വന്ന്. അപ്പോൾ കൃഷ്ണ കൊടുക്കും. അപ്പോൾ കൃഷ്ണ പറയും, ഞാനിപ്പോൾ ഒരു ജ്യൂസ് കുടിക്കണമെന്ന് വിചാരിച്ചതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അലീന ചേച്ചി കൊണ്ടുവന്നു. അതാണ് അലീന ചേച്ചി. എന്നിട്ട് അലീനയാണെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കുകയാണ്, 2 ഫ്രഷ് ലൈം എടുക്കട്ടെ എന്ന് ചോദിക്കുന്നു. ഇപ്പോൾ എടുക്കാൻ അവർ പറയും. അലീന അങ്ങ് പോവുകയും ചെയ്യുന്നു. അപ്പം ചേച്ചിക്ക് ആണെങ്കിൽ ചേച്ചിയുടെ കാര്യം ഇങ്ങനെയാണ്, നമ്മൾ വിചാരിക്കുന്നതിന് മുമ്പേ ചേച്ചി എല്ലാം ചെയ്യുമെന്ന് കൃഷ്ണയാണെങ്കിൽ പറയാണ്. അപ്പോൾ മാലതി ചോദിക്കുന്നത്, നിനക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നല്ലേ? ഇഷ്ടമാണ്. അതിനെ ഹോസ്പിറ്റലിലായപ്പം ഞാനാ ചേച്ചിക്ക് കൂട്ടി നിന്ന്. അവസാനം ചേച്ചി എന്നെ നോക്കുന്ന പോലായി. അപ്പം ഗംഗാധരൻ ചോദിക്കും, ചേച്ചി എന്തിനാ അലീന ഹോസ്പിറ്റലിൽ കിടന്ന്? അപ്പോഴത്തേക്ക് കൃഷ്ണയ്ക്ക് എന്ത് പറയണമെന്ന് വയ്യാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പം ഗംഗാധരൻ പറഞ്ഞു, ഞങ്ങൾ അതൊക്കെ അറിഞ്ഞ്, കള്ളം പറയേണ്ട മോളെ, സത്യം എന്താണെന്ന് വെച്ചാൽ പറയുന്നത്. ഇപ്പം പറയുന്നത്, അത് നമ്മുടെ രോഹിത്തേട്ടനും, ഇവിടെ ആരും ഇല്ലാത്തൊരു ദിവസം രോഹിത്തേട്ടനും കൊല്ലപ്പള്ളിയിലെ ഹരിയേട്ടനും കൂടെ നമ്മുടെ അലീന ചേച്ചിയെ മുറിയിൽ പൂട്ടിയിട്ട് റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു. ഇത് കേട്ടപ്പോഴത്തേക്ക് അവർ ഗംഗാധരൻ മാല ഞെട്ടിയിരിക്കുകയാണ്. അപ്പം രക്ഷപ്പെടാൻ വേണ്ടി ചേച്ചി അവിടെ നിന്ന് കത്രി എടുത്ത് വയറ്റി കുത്തി മരിക്കാൻ ശ്രമിച്ചു. അപ്പം അന്നേരം ഇവരിത് കണ്ട് പേടിച്ച് രക്ഷപ്പെടാൻ ഒരുങ്ങി. അപ്പോൾ ചേച്ചി ഇവിടെ രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ്. അപ്പുറത്തെ വീട്ടിൽ അവിടെ ഒരു ശർമ്മ ഡോക്ടറിൻ്റെ ഒരു നായയുണ്ട്. ആ നായയും ചേച്ചിയും കൂടെ ഭയങ്കര അടുപ്പമാണ്. അപ്പം ആ പട്ടി കിടന്ന് ബഹളം വെച്ച് ഡോക്ടറിനെ വിളിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഡോക്ടർ അങ്ങനെയാണ് കണ്ടത്. ഡോക്ടർ കാണുമ്പോൾ ചേച്ചി നല്ലവണ്ണം രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ്. അങ്ങനെയാണ് ഡോക്ടർ ഉടനെ തന്നെ ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് ചേച്ചിയെ ഷിഫ്റ്റ് ചെയ്തതെന്നൊക്കെ നമ്മുടെ ഈ കഥയെല്ലാം നമ്മുടെ കൃഷ്ണ ഗംഗാധരനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം ഗംഗാധരൻ ചോദിച്ചു, ഇതൊക്കെ വൈജയന്തി അറിഞ്ഞില്ലേ? അറിഞ്ഞ്. അപ്പോൾ കൃഷ്ണ പറയണം, അമ്മ ഇതെല്ലാം അറിഞ്ഞ്, പക്ഷേ ഒരു പ്രയോജനം ഇല്ല. അമ്മയ്ക്കാണെങ്കിൽ അലീന ചേച്ചിയെ കണ്ടുകൂടാ. പോലീസ് വന്ന് കംപ്ലൈൻറ്റ് എടുത്തില്ലേ, പോലീസൊക്കെ വരും. അപ്പം എന്ന് ഗംഗാധരൻ ചോദിക്കുമ്പോൾ പിന്നെ പോലീസൊക്കെ വന്ന്, പക്ഷേ ഇവിടെ വന്നപ്പോൾ ചേച്ചി പറഞ്ഞത് കാല് തെന്നി വീണപ്പോൾ കത്രിക കൊണ്ടെന്നാണ്, അല്ലാതെ ചേച്ചി വേറൊന്നും പറഞ്ഞില്ല. അച്ഛനാണെങ്കിൽ അച്ഛനെയും അലീനയും ചേച്ചിയും കുറിച്ചും ഓരോന്ന് ചേർത്ത് അമ്മ പറയും. അമ്മയ്ക്ക് ആര് പറഞ്ഞാലും അമ്മയ്ക്കൊരു കാര്യമില്ല. അപ്പം ഗംഗാധരൻ ചോദിച്ചാൽ, അച്ഛനും മക്കളും കൂടെ ഒരുമിച്ച് പറഞ്ഞാലും വൈജ കേൾക്കത്തില്ലയോ? അപ്പം കൃഷ്ണ വിഷമിച്ച് പറയും, ആര് പറഞ്ഞാലും അമ്മ കേൾക്കത്തില്ല അങ്കിളെ എന്ന് പറയും. മാലതി പറയും, മോള് വിഷമിക്കണ്ട, നമുക്കെല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞ്, ഞങ്ങൾക്കറിയാം ഇവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന്, ഇതെല്ലാം ശരിയാക്കട്ടെ, ഞങ്ങൾ പോകുന്നോളൂ എന്ന് പറഞ്ഞ് മാലതി കൃഷ്ണയും പിടിച്ചുകൊണ്ട് ഡൈനിങ് ടേബിളിൻ്റെ അടുത്തോട്ട് വരികയാണ്. എന്നിട്ട് ജ്യൂസ് എടുത്ത് നമ്മുടെ കൃഷ്ണയ്ക്ക് കുടിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്ന ഹോസ്പിറ്റലിലാണെങ്കിൽ നമ്മുടെ ബാലചന്ദ്രൻ അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങോട്ട് ഗോവർദ്ധൻ വരുന്നുണ്ട്. അപ്പം ഗോവർദ്ധൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഷോപ്പിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഷോപ്പിലെല്ലാം നന്നായിട്ട് നടക്കുന്നുണ്ടോ? മറ്റേ ജ്വല്ലറിയും ഒക്കെ തുറക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഗോവർദ്ധൻ എല്ലാം നന്നായിട്ട് നടക്കുന്നുണ്ട്, കുഴപ്പമില്ല. എന്നിട്ട് ഗോവർദ്ധൻ വിളിക്കുന്നത്, നീ ഊണ് കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ കഴിച്ചില്ല, ഇച്ചിരി സമയം കിട്ടിയപ്പോഴത്തേക്ക് ഇങ്ങോട്ട് ഓടി വന്നതാണെന്ന് പറയുകയാണ്. അപ്പം പറഞ്ഞാൽ, നീ പൊക്കോ, നീ പോയി ആഹാരമൊക്കെ കഴിച്ചോ എന്നൊക്കെ പറഞ്ഞാൽ വളരെ സ്നേഹത്തോടെയാണ് ഗോവർദ്ധനോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഗോവർദ്ധൻ പറയാണ്, ബാലൻ ചേട്ടൻ ഒപ്പിടേണ്ട 2-3 ചെക്കുണ്ട്. അപ്പം പറഞ്ഞ് അത് പതുക്കെ കൊണ്ട് ഒപ്പിടാം എന്നൊക്കെ പറഞ്ഞ് ഓഫീസിലെ ബിസിനസ്സിലെ കാര്യങ്ങളൊക്കെ അവർ തമ്മിൽ സംസാരിക്കുകയാണ്. ബാലേന്ദ്രൻ ഗോവർദ്ധനോട് നല്ല രീതിയിലാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അന്നേരം ഗോവർദ്ധൻ പറയാണ്, ചേട്ടത്തി പുറത്ത് നിൽപ്പുണ്ട്, ചേട്ടനെ കാണാൻ വേണ്ടി നിൽപ്പുണ്ട്, കാണാൻ സമ്മതിക്കാത്തതുകൊണ്ട് വളരെ വിഷമത്തിൽ നിൽക്കുകയാണെന്നൊക്കെ ഗോവർദ്ധനും പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, വീട്ടിൽ ചെന്നിട്ട് അടിയുണ്ടാക്കിയാൽ പോരെ, ഇവിടുന്ന് അടിയുണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അത് എനിക്കിപ്പം വേണ്ടത് മനസ്സിന് ഇച്ചിരി സമാധാനമാണ്, ശരീരത്തിന് മാത്രമല്ല റെസ്റ്റ് വേണ്ടത് മനസ്സിനും വേണ്ട. അപ്പോൾ ഇവിടെ കിടന്ന് അടിയുണ്ടാക്കാണ്ടല്ലോ, വീട്ടിലോട്ട് പോയിട്ട് അടിയുണ്ടാക്കിയാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നു. പിന്നെ കാണിക്കുന്നത് അപ്പം നമ്മുടെ വൈജ പുറത്ത് നിൽപ്പുണ്ട്. അപ്പോൾ വൈജ എടുത്തിട്ട് ഗോവർദ്ധൻ ICUവിൽ നിന്ന് ഇറങ്ങി വരികയാണ്. കൂടെ മനുവുണ്ട്. അപ്പം ഗോവർദ്ധൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ബാലയെ തന്നെ കണ്ടോ? അപ്പം മോൻ കണ്ടു.
അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്ക് വൈജയ്ക്ക് വളരെയേറെ വിഷമം വന്നു. വൈജ പറയാണ് വഴി കൂടെ പോകുന്നവർക്ക് കാണാം, മക്കൾക്ക് കാണാം, സഹോദരിക്ക് കാണാം, സഹോദരിയുടെ ഭർത്താവിന് കാണാം, അങ്ങനെ എല്ലാവർക്കും കാണാം, വൈജയ്ക്ക് മാത്രം ഭ്രഷ്ട്, അതിനെന്താ കാരണം എന്നും പറഞ്ഞ് വൈജ ഭയങ്കരമായിട്ട് ചൂടാവുന്ന പോലെ സങ്കടം കൊണ്ടങ്ങ് ചൂടാവുകയാണ്. അപ്പം മനു പറയും അങ്കിള് പൊക്കോന്ന് പറഞ്ഞ് പോകാതെ തന്നെ അങ്ങ് പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് പറയുകയാണ് ആൻറ്റി ഇത് ഹോസ്പിറ്റലാണ്, ഇവിടെ പ്രധാനം അങ്കിളിൻ്റെ ആരോഗ്യമാണ്, ഇവിടെ കിടന്ന് ചൂടായിട്ട് ഒന്നും കാര്യമില്ലെന്നും പറഞ്ഞ് മനു അങ്ങ് പോവാണ്. വൈജയ്ക്ക് ആകപ്പാടെ വിഷമിച്ച് നിൽക്കുക എല്ലാം കൊണ്ട്. ബാലേന്ദ്രൻ ബാക്കി എല്ലാവരെയും കാണാൻ സമ്മതിക്കുന്നുണ്ട്, വൈജയെ മാത്രം കാണാൻ സമ്മതിക്കാതെ അതിൻ്റെ ഒരു സങ്കടമൊക്കെ ഉണ്ട്. പിന്നെ കാണിക്കുന്നത് വീട്ടിലാണ്. വീട്ടിലാണെങ്കിൽ ഗംഗാധരൻ മാലതിയും കൂടെ ഹോസ്പിറ്റലിൽ പോകാൻ ഒരുങ്ങിയാണ്. അപ്പോഴത്തേക്ക് അങ്ങോട്ട് നമ്മുടെ അലീനയാണെങ്കിൽ ലെമൺ ടീ ആയിട്ട് വരികയാണ്. അപ്പം മാലതി പറയാണ് നിൻ്റെ ഫുഡ് കഴിച്ചത് കാരണം ഇനി വയറ്റിലൊരു തുള്ളി സ്ഥലമില്ല, ഇതും കൂടെ കഴിക്കാൻ സ്ഥലമില്ല എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് ഗംഗാധരൻ ലെമൺ ടീ എടുത്ത് കുടിച്ചിട്ട് പറഞ്ഞ് സൂപ്പറാണ്, നീ ഒന്ന് കുടിച്ച് നോക്കിയ മാലതി എന്നൊക്കെ പറഞ്ഞ് അവരതൊക്കെ കുടിച്ച് സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോഴത്തേക്ക് അലീന ഒരുങ്ങുമ്പോൾ ചോദിക്കുകയാണ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അവിടെ വന്ന് അച്ഛൻ എന്നാണ് അച്ഛൻ ഒറ്റയ്ക്കാണോ വന്ന് നിന്നെ വിളിച്ചുകൊണ്ട് പോരുന്നത്, കഴക്കൂട്ടത്തുനിന്ന് വിളിച്ചുകൊണ്ട് വരുന്നത്? അല്ല, അച്ഛനും മനുവേട്ടനുമാണ് ആദ്യം വന്നതെന്ന് പറയാണ്. ഇതിനു മുമ്പ് അച്ഛൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ല, കണ്ടിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ലേ? അപ്പം പിന്നെ അങ്ങോട്ട് പോകാത്തതല്ല, അവിടുത്തെ ഓർഫൻ നിർത്തിപ്പോയി, സ്നേഹനിധന ഓർഫൻ നിർത്തിപ്പോയി, അവിടുത്തെ ലളിതമമ്മിയും മരിച്ചത് പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ തിരിച്ചങ്ങോട്ട് തന്നെ പോയേനെ. അതുപോലെ തന്നെ ഞാനിവിടെ ജോലിക്ക് വരണമെന്ന് എന്നോട് പറഞ്ഞ ലളിതമമ്മയാണ്, അല്ലാതെ ഇവിടുത്തെ സാറല്ല. അവിടെ ലളിതമമ്മയായിട്ടാണ് സംസാരിച്ചതെന്നൊക്കെ പറയുകയാണ് നമ്മുടെ അലീന. അപ്പം ഞാനിവിടുന്ന് പോവും, ബാലചന്ദ്രൻ സാറ് വരുന്നത് വരെ ഞാനിവിടെ കാണത്തുള്ളൂ, അത് കഴിയുമ്പോൾ ഞാൻ പോവും. ഞാൻ എന്തിനാ ഈ ആട്ടത്തുപ്പ് സഹിച്ച് ഇവിടെ നിൽക്കുന്നത്? മാഡത്തിൻ്റെ സ്വഭാവം ഇന്ന് മാറും നാളെ മാറും എന്ന് പറഞ്ഞ് നിന്നിട്ട് ഒരു മാറ്റവുമില്ല, അതുകൊണ്ട് ഞാൻ ബാലചന്ദ്രൻ സാറ് വരുന്നവരെ മാത്രമേ നിൽക്കത്തുള്ളൂ എന്ന് പറയുകയാണ്. അപ്പം ഗംഗാധരൻ ചോദിക്കുകയാണ് നിന്നെ ഇപ്പോൾ രണ്ടാമത് ഇങ്ങോട്ട് കൊണ്ടുവന്ന ആരൊക്കെ ചേർന്ന? ബാലചന്ദ്രൻ സാറും മനുചേട്ടനും കൂടെ വന്നാണ് എന്നെ കൊണ്ടുപോയതെന്ന് അലീന പറയുകയാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് അലീന അങ്ങ് പോവുകയാണ്. അപ്പോൾ മാലതി പറയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അമ്മയെടുത്ത് ചോദിച്ച് മനസ്സിലാക്കാം ഗംഗേട്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ മുത്തശ്ശിയുടെ അടുത്തോട്ട് പോകുന്നു. പിന്നെ കാണിക്കുന്ന മുത്തശ്ശിയുടെ അടുത്ത് നമ്മുടെ അലീനയും ഗംഗാധരനും മാലതിയും കൂടെ എത്തുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ വന്നിട്ട് അമ്മയുടെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് പറയുകയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോകും അമ്മ, അവിടുന്ന് അങ്ങ് കൊല്ലപ്പള്ളിയിലേക്ക് പോകുമെന്ന് പറയുന്നത്. അപ്പം മുത്തശ്ശി പറയുകയാണ് എന്തിനാ കൊല്ലപ്പള്ളിയിലെടുക്കുന്നത്, അതൊരു വീട് മാത്രമല്ലേ, നിങ്ങൾക്ക് ഇവിടെ നിന്നാൽ പോരെ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശി പറയുകയാണ് നീ വൈജയെടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്, അവക്കാണെങ്കിൽ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ കണ്ണിന് നേരെ കണ്ട അപ്പോൾ ദേഷ്യം വരും, എന്താ അത് കാര്യമെന്ന് മാത്രം അറിയത്തില്ല, എന്നെ നോക്കാനാണ് ഇവിടെ കൊണ്ടുവന്നത്, പക്ഷേ ഈ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് പതുക്കെ അലീന അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്ക് ഡോർ അടച്ചിട്ട് നമ്മുടെ ഗംഗാധരൻ നമ്മുടെ മുത്തശ്ശിയെടുത്ത് ചോദിക്കുകയാണ് അമ്മയെ നോക്കാൻ ഈ കുട്ടിയെ കൊണ്ടുവന്നത് ആരാണ്? അപ്പം പറയും അച്ഛനാണ്. അച്ഛൻ എന്താ ഇവിടെ അങ്ങും ഹോം നേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ് കഴക്കൂട്ടം വരെ പോയി കണ്ടെത്തിയെന്ന് പറയുന്നത്. അപ്പം പറയാണ് കുഞ്ഞിരാമേട്ടൻ എന്നാണ് പറയുന്നത്. അച്ഛനാണെങ്കിൽ ഒരു ദിവസം വന്ന് പറഞ്ഞു നിന്നെ നോക്കാൻ നല്ലൊരു പെൺകുട്ടി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്, അവളെ ഞാൻ കൊണ്ടുവരാം എന്നും പറഞ്ഞാണ് അച്ഛൻ പറയുന്നത്. അവളെ ഉടനെ തന്നെ വരുമെന്നാണ് അച്ഛൻ പറയുന്നത്. അല്ലാതെ എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല, കഴക്കൂട്ടത്തിന് അതിന് മുമ്പ് പോയിട്ടുണ്ടോയെന്നും എനിക്കറിയത്തില്ല എന്ന് മുത്തശ്ശി പറയുകയാണ്. പിന്നെ ഗംഗാധരൻ ചോദിക്കുകയാണ് നമ്മുടെ രാവുണ്ണി മാമ അന്ന് വൈജിക്കുണ്ടായ കുഞ്ഞ് മരിച്ചു പോയെന്നല്ലേ പറഞ്ഞത്, അത് എവിടെയാണ് കൊടുത്തതെന്ന് പറഞ്ഞ്. അപ്പം മുത്തശ്ശി പറയാണ് അവളോട് വൈജയോട് പറഞ്ഞത് മരിച്ചു പോയെന്നാണ്, പക്ഷേ രാവുണ്ണി മാമൻ അത് മറ്റേ നാഗർകോവിലുള്ള ഒരു അനാഥാലയത്തിലാണ് ആക്കിയത്. പിന്നെ 2 വർഷം കഴിഞ്ഞ് ആ കുട്ടി എന്താ അസുഖം വന്ന് മരിച്ചു പോയെന്നാണ് പറഞ്ഞതെന്ന് മുത്തശ്ശി പറയുകയാണ്. അപ്പം മുത്തശ്ശി ചോദിക്കുന്നത് എന്താ കാര്യം, ഇപ്പം ഇതൊക്കെ അന്വേഷിക്കാൻ എന്താ കാര്യം? അപ്പം ഒന്നുമില്ല, വെറുതെ അന്വേഷിക്കുകയാണെന്നും ഗംഗാധരൻ പറയുന്നത്. അപ്പം മുത്തശ്ശി പറയുന്നത് അല്ല എന്തോ കാര്യമില്ലാതെ ഇപ്പോൾ ഇതൊന്നും അന്വേഷിക്കത്തില്ല എന്നും പറഞ്ഞാണ് ഈ എപ്പിസോഡ് തീരുന്നത്. എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.